ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓളും കൂടി അമർത്തിക്കോളൂ കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് ശോഭ സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരുള്ള പുഴയ്ക്കലുള്ള ശോഭ സിറ്റിയിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ഒരു 7 മണി 7:30 കൂടി നൈറ്റ് ഒരു 7 മണി 7:30 കൂടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, അമ്മാമയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മാമ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ശോഭ സിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനും അധികം വന്നിട്ടൊന്നുമില്ല. ഇപ്പം ഞാനും എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ തോന്നുന്നു ഇവിടേക്ക് വരുന്നത്. നമ്മൾ തൃശ്ശൂരാണ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മളങ്ങനെ അധികം വരാറില്ല. കാരണം നമ്മളങ്ങനെ കൊണ്ടുപോകാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ വരാറില്ല കേട്ടോ. ശോഭ സിറ്റി അതുപോലെ തന്നെ ഇങ്ങനെ മോളുകൾ അങ്ങനെ ഒന്നിലേക്ക് നമ്മളൊന്നും പോകാറൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അമൽച്ചേട്ടൻ വന്നതുകൊണ്ട് അമൽച്ചേട്ടൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട, നമുക്ക് ജസ്റ്റ് കറങ്ങാനൊക്കെ പോവാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. പിന്നെ അമൽച്ചേട്ടൻ ലീവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ദിവസങ്ങളുള്ളതുകൊണ്ട് അമൽച്ചേട്ടൻ വന്നപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ട്, വല്യപ്പച്ചനും വല്യമ്മയും അമ്മയും അതുപോലെ തന്നെ അമ്മാമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് ശോഭ സിറ്റിയിലേക്ക് വരുന്നത്. ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പം ഇത്രയും കൊല്ലമായി ശോഭ സിറ്റി നമ്മുടെ തൃശ്ശൂർ വന്നിട്ട് ഉണ്ടെങ്കിലും നമ്മളിതുവരെയും വന്നിട്ടില്ല കേട്ടോ. ഞാനല്ല, അമ്മാമ്മ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വാലൻറ്റൈൻസ് ഡേ ആവണേക്കാളും കുറച്ച് നാൾ മുന്നാണ് കേട്ടോ നമ്മളിവിടേക്ക് പോണത് ശോഭ സിറ്റിയിലേക്ക്. അപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് മറ്റേ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലവ് ഒക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാണ്ടിരുന്നത് ആരായിരുന്നു? അമ്മാമ്മയായിട്ട് നമ്മൾ ഒറ്റയ്ക്കൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. മുതിർന്നവരാരും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയും അതുപോലെ തന്നെ വല്യമ്മയും വല്യപ്പച്ചനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ അതായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ ചേച്ചിയും ചേട്ടനും മ്യൂസൊക്കെ ആയിട്ട് ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെക്കനും ഞാനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിള്ളേർക്കുള്ള ഇങ്ങനെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിയൂസിനൊക്കെ പറ്റിയ 2-3 വണ്ടികൾ ഇതേ കണ്ട ഈ ഒരു അങ്ങനെ ലൈറ്റ് കത്തുന്ന വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മ്യൂസിന് ഭയങ്കര വാശിയായിരുന്നു അതിലേക്ക് കയറണം. അവൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പായിട്ടോ. അങ്ങനെ ഞങ്ങളത് അവളെ അതിലേക്ക് കയറ്റി കേട്ടോ. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റൗണ്ടിന് 100 രൂപ അങ്ങനെയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ 3 റൗണ്ട് ആൾ ഓടിച്ച് സുഖമായിട്ട് ഓടിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കാണാണ്ടാവുമ്പോൾ ആൾ പേടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾ പേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമൽച്ചേട്ടൻ നമ്മൾ കൂടെ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വേണ്ട, അത് പോയിട്ട് ഇവിടെ തിരിച്ച് വന്നോളും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആൾ ഭയങ്കര സന്തോഷത്തിൽ ആളുടെ വണ്ടി എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ആളവിടെ അതിലിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിങ്ങൊക്കെ ആൾ നൈസായിട്ട് ഓടിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണല്ലോ. അപ്പോൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ജസ്റ്റൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മയും അമ്മാമ്മയും വല്യമ്മയും ഒരു സൈഡിൽ ഇരിപ്പായിരുന്നു കേട്ടോ. അമ്മേനെ ഞാൻ അമ്മേനെയല്ല അപ്പൂസിനെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫുൾ ടൈം അങ്ങോട്ട് കറക്കായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാനുള്ള ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ ആൾ പോണത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതേ മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അവരൊക്കെ എസ്കലേറ്ററിൽ കയറി കേട്ടോ. ഞാനും ഉണ്ണിയുള്ളത് കൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറാമെന്ന് വെച്ചിട്ട് ഞാനും അമൽച്ചേട്ടനും അമ്മയും പിന്നെ അമ്മാമ്മയ്ക്കൊന്നും അതിൽ കയറാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എസ്കലേറ്ററിൽ കയറാനായിട്ട്. പിന്നെ
പിന്നെ ചെക്കനുള്ളത് കൊണ്ടും ഞാൻ കയറാനായിട്ട് നിന്നില്ല. അങ്ങനെ ഞങ്ങളിതേ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മുകളിലെത്തിയിട്ടോ. മുകളിലെത്തിയിട്ട് ഫസ്റ്റ് കണ്ടത് തന്നെ മാക്സ് ആയിരുന്നു. അപ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയും അമ്മും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിൽ കയറി. ഇപ്പോൾ നമ്മൾ ഏതൊരു ഡ്രസ്സ് കടയിൽ കയറിയാലും ഡ്രസ്സ് എടുക്കുന്നത് കമ്മിയായിരിക്കും കേട്ടോ, കുറവായിരിക്കും. പക്ഷെ ഞങ്ങൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പം ഞാനും ആയിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ, ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ കുറേ നേരം ഞങ്ങളതിൽ നോക്കും കേട്ടോ. കുറേ ഡ്രസ്സുകളുടെ റേറ്റ് നോക്കി, അത് നോക്കി ഇത് നോക്കി കുറേ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് വാരിയിട്ടു. പക്ഷെ നമ്മളത് എടുക്കില്ല കേട്ടോ. എത്ര പോയാലും നമ്മൾ എടുക്കുന്നത് കുറവായിരിക്കും. ഇതേപോലെ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു 10-15 കട കയറും, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടില്ല. എന്നിട്ട് നമ്മൾ ആദ്യം കയറിയ കടയിൽ പോകും കേട്ടോ. എന്നിട്ട് ആദ്യം കയറിയ കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കും കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കി വെച്ചിട്ടൊരു ഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഡ്രസ്സിലേക്ക് തന്നെ എത്തും കേട്ടോ. എനിക്കൊക്കെ എപ്പോൾ പോയാലും അങ്ങനെയാണ് കേട്ടോ സംഭവിക്കാം. അപ്പം അങ്ങനെ വല്ലവരും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കുറേ ഡ്രസ്സൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതേ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഷോപ്പിലേക്ക് കയറാമെന്ന് കേട്ടോ. സംഭവം ഞങ്ങൾ മാക്സിൽ കയറിയിട്ടൊന്നും മേടിച്ചൊന്നുമില്ല. ജസ്റ്റ് പോയിട്ടൊന്ന് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നു. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ലൈഫ് സ്റ്റൈൽ. പോയി ജസ്റ്റ് കയറി നോക്കി പോന്നു കേട്ടോ. ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എവിടെ ഏത് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ഫീഡിങ്ങിൻ്റെ ഒരു ഡ്രസ്സ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പക്ഷേ ഫീഡിങ്ങിൻ്റെ ഡ്രസ്സിലെന്ന് പറയുമ്പോൾ വെറൈറ്റി ഡ്രസ്സുകളൊന്നുമില്ല, ഒക്കെ ഒരേ മോഡലാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കുറേ നടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇനി എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്മേനെയും വല്യമ്മേനെയൊക്കെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് ആണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 500 രൂപയുടെ കാർഡ് എടുക്കും കേട്ടോ. ആ ഒരു കാർഡ് എടുത്തിട്ട് നമുക്ക് ഇതിലേത് ഗെയിംസിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ ഒരു കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗെയിം കളിക്കാം കേട്ടോ. ഇതിനെത്ര കുറേ ഗെയിംസിന് 40, 50 അത്രയൊക്കെ റേറ്റ് ഉള്ളൂ. ചിലതിന് ഇത്ര റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കാർഡൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കയറി. എല്ലാത്തിലും നമ്മൾ കയറൽ തന്നെയായിരുന്നു കേട്ടോ. കയറി ഇറങ്ങുക അത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കയറി കുറേ എണ്ണത്തിൽ കുറേ തട്ടി മുട്ടി. മ്യൂസ് ആണെങ്കിൽ കുറേ പിടിച്ചിട്ട് അമർത്തുണ്ടായിരുന്നു. കുറേ മിഠായി ഇരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പോയിട്ട് മേമ 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 എന്നിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗെയിംസിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിനി എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടേക്ക് പോകുന്നത് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ചെറുതായിട്ട് കാലൊക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന കുറച്ച് മിനിറ്റുകളിൽ നടത്തായിരുന്നില്ല കേട്ടോ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാതും വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക, നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോയുടെ കാര്യം തന്നെ ഓർമ്മയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്മാവൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അമ്മാമ്മയും വല്യമ്മേനൊക്കെ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റാക്കി വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരും ജസ്റ്റൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ഒന്ന് നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളും അങ്ങോട്ട് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മളിനി തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു പൂങ്കുന്നം എത്തണില്ല, അതിന് മുന്നായിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ശോഭ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആളുടെ കൂടെ നമ്മൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആളുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോകണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കഴിക്കണത് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പുഴയ്ക്കൽ കഴിഞ്ഞ് പൂങ്കുന്നം എത്തിയിട്ടില്ല, അതിന് മുന്നായിട്ടാണ് തോന്നുന്നു. പ്രോപ്പറായിട്ട് ഏതൊരു സ്ഥലം എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫേ 1AM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു 1 മന്തൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെത്തി. അപ്പം മ്യൂസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സോപ്പിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സോപ്പിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അധികം സാധനങ്ങളില്ല കേട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, 1 മന്ത് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് നൈറ്റാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് നൈറ്റാണ്. മോർണിംഗ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന അവസരത്തിൽ തന്നെ അവർ പറഞ്ഞു എത്ര പേരുണ്ട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തിരി 8 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇട്ട് തന്നു. അപ്പോൾ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിയൂസ് ഉണ്ടെന്ന് കണ്ടുല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ചെയറൊക്കെ നമുക്ക് ഇട്ട് തന്നു. അപ്പോൾ അതിനവിടെ കയറ്റി ഇരുത്തിയിട്ടോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗകര്യമായിരുന്നു അവളെ കൊണ്ട്. നമ്മൾ അവളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ അവളെ എടുത്ത് മടിയിലിരുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആളെ അവിടെ കയറ്റി ഇരുത്തിയപ്പോൾ ആൾ സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ വലിയൊരാളാണെന്നുള്ളൊരു ധാരണയിലാണ് സൈഡിൽ കയറി ഇരിക്കുന്നത്. അപ്പോൾ സപ്പീഷനാണ് എണീറ്റ് ആൾ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡിൻ്റെ സമയം എന്തൊക്കെ അവർ എണീറ്റൂലോടുള്ള പറയുമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അമ്മാമ്മയ്ക്കൊരു ജ്യൂസ് പറഞ്ഞു കേട്ടോ, പൈനാപ്പിളിൻ്റെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ അമ്മാമ്മ വേറെ ഒന്നും കഴിക്കില്ലേന്ന് കേട്ടോ. അപ്പോൾ അമ്മാമ്മ നൈറ്റ് ഒരു സാധനവും കഴിക്കില്ല. ആകെ ഒരു നേന്ത്രപ്പഴം അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ആൾ കഴിക്കുള്ളൂ കേട്ടോ. ചോറോ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ നമുക്ക് വെള്ളം കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലത്തെ വെള്ളം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു തണുത്ത വെള്ളമാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ തണുത്ത വെള്ളമൊന്നുമല്ല, ഈ സാധാ വെള്ളമായിരുന്നു. അത് ആ ഒരു ഗ്ലാസ്സിൻ്റെ അങ്ങനത്തെ ഒരു മോഡൽ ഗ്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടായിരുന്നു പാൽ പൊറോട്ട ചിക്കൻ, അതുപോലെ തന്നെ പാൽ പൊറോട്ട ബീഫ്. എനിക്കിതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കിഴി ബിരിയാണി പറഞ്ഞു. പിന്നെ വെള്ളയപ്പവും പിന്നെ ചിക്കൻ കറിയും ബീഫ് കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുഡ് സെറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നീറ്റ്നെസ് ആയിക്കോട്ടെ, സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ആ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവരുടെ സർവീസും അതും നൈസായിരുന്നു കേട്ടോ, പക്കായിരുന്നു. നമ്മൾ വന്ന വഴിക്ക് തന്നെ അവർ കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറയുന്നത് വെച്ചാൽ പ്രാന്ത് പിടിക്കും കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാത്ത കുറേ പേരുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇവർ അടിപൊളിയായിരിക്കും തന്നെ. ഇനി ഇത് തുടങ്ങിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല. വന്ന വഴിക്ക് തന്നെ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സെർവൻറ്റ് വന്നു നമ്മുടെ അടുത്ത് എന്താ വേണ്ടത് എന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം സെറ്റായിരുന്നു കേട്ടോ.